Salve Maria. Dream beyond borders. സത്യനന്ദിക്കാടിൻ്റെ മഴവിൽക്കാവടി എന്നുള്ള ഷൂട്ടിംഗ് ഞങ്ങൾ പഴനിയിൽ ഷൂട്ടിംഗ് അവസാനിച്ച് ഏറ്റവും ലാസ്റ്റ് ഷോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് സത്യേട്ടന് തോന്നി, സത്യേട്ട ഒരു വിഷ് പഴനി മുരുകനെ നോക്കിയിട്ടു. പടം 100 ദിവസം ഓടുകയാണെങ്കിൽ അന്നത്തെ ദിവസം കാവടി എടുത്തിട്ട് നമ്മൾ നടന്നു കയറും അല്ലേ സത്യേട്ട ഒന്ന് ഓക്കെ ഞാനും ഉണ്ട് തോന്നുന്നു. അങ്ങനെ എന്നിട്ട് വന്നു. സത്യേട്ടൻ വന്നില്ല, ഞാൻ പോയി. ഈ പടം ഓടിയാൽ ഞാൻ കാവടി എടുക്കില്ല. പണ്ടിങ്ങനെ പറയും, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. കാരണം ഓഫീസിൽ സ്റ്റുഡിയോയുള്ള ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് സിനിമ. കാരണം ക്യൂ സ്റ്റുഡിയോ തൊട്ട് മുന്നിലാണ് ഇത് ഒരു 40 ദിവസത്തിലധികം ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ 40 ദിവസവും എന്തും കാലത്ത് ഓഫീസിലേക്കാണ് നോക്കുന്നത്. തിരിച്ചും ആ പഴയ ഒരു എൻ്റെ വീട് അപ്പൂവിൻ്റെയും എല്ലാ കൊച്ചു സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത ആ ഒരു കെമിസ്ട്രി, അൺസെഡ് കെമിസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് പടം തന്നെ എനിക്ക് കണ്ണൻ അഭിനയിക്കുന്നു അങ്ങനെ ഒന്നും അറിയില്ലല്ലോ. വീട്ടിലിങ്ങനെ ലളിത ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ജയറാമിൻ്റെ മോനെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ വീട്ടിൽ അശ്വയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് അഭിനയിക്കുന്നത് അങ്ങനെയാ, ഞാൻ റെഡി വാ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം റെഡി. അപ്പോഴും നമുക്കറിയില്ല. ഫസ്റ്റ് ടേക്കിൽ തന്നെ പോയി അതിൻ്റെ മുകളിൽ കയറി എല്ലാം നോക്കി തിരിച്ചു വന്നു, പറഞ്ഞ കൃത്യമായിട്ട് ചെയ്തു. സത്യേട്ടൻ ക്ലാപ്പ് ചെയ്യുന്നു. അപ്പം തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് ഓട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു സത്യേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞത്. ഞങ്ങളും ആശകളായില്ല, ആശ ഗ്ലിംസ് കണ്ടിട്ട് ആശകളായിരുന്നു പറഞ്ഞിട്ട് ഒറ്റ ആശാശരത്തേ ഉള്ളൂ. എനിക്ക് 26-ൽ കുറെ നല്ല സിനിമകൾ വരാറുണ്ട്. ഞാൻ പറയുന്നത് ആശകളായാലും മലയാളത്തിൽ. അതെ, 6-ാം തീയതി ഒന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് മനീഷിന്റെ വിളി ഇങ്ങനെ ഉറപ്പായും. മലയാളിക്ക് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളും വേണ്ടാത്ത രണ്ടുപേരാണ് ജയറാം, കാളിദാസ് ജയറാമാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിലുള്ളത്. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. കാരണം ഓഫീസിൽ സ്റ്റുഡിയോയുള്ള ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് സിനിമ. കാരണം ക്യൂ സ്റ്റുഡിയോ തൊട്ട് മുന്നിലാണ് ഇത് ഒരു 40 ദിവസത്തിലധികം ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ 40 ദിവസവും എന്തും കാലത്ത് ഓഫീസിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിയിരുന്ന ഒരു 40 ദിവസമാണ്. കണ്ണിനോടുന്ന് കാര്യമാണെന്ന് ഇറങ്ങി വന്നു, ജയറാമേട്ടൻ ഗേറ്റിൽ നിൽക്കുന്ന കേട്ടത്. അതായത് ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഷൂട്ടിംഗ് കൂടിയാണിത്. സിനിമയുടെ കഥകൾ അറിയില്ലെങ്കിൽ പോലും. ഇപ്പൊ അതിന്റെ ഒരു ടീസർ ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷനാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ വീട്ടിനകത്തുള്ള രണ്ടുപേരാണ്. അല്ലെങ്കിൽ കണ്ണനൊക്കെ ഏതോ കാലത്ത് സിനിമയിൽ വരുന്നതിന് മുമ്പേ അറിയാം. ആദ്യമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ വന്ന സീൻ വെച്ചിട്ട് ഇതൊരു അച്ഛൻ മകൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊരു ഹ്യൂമർ ബേസ് ഉണ്ട് എന്നുള്ളത്. എന്താ സിനിമയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാവുന്ന എന്താ? ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ സിനിമ അഭിനയിച്ചത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം അഭിനയിക്കാൻ വന്ന ആൾ ശരിയാവാതെ അവസാനം ലളിത ചേച്ചി പറഞ്ഞിട്ടാണ് കണ്ണൻ വന്ന് അഭിനയിക്കും, അങ്ങനെ പോയി. രണ്ടാമത്തെ സിനിമ എൻ്റെ വീട് അപ്പൂൻ്റെ എന്നുള്ള സിനിമ, സിവിയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10-23 വർഷമായി. 23 years. ഇതിനിടയ്ക്ക് അച്ഛൻ മകൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലായാലും തമിഴിലായാലും കുറേ സിനിമകൾ ഞങ്ങളെ തേടി, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കറക്റ്റ് ഒരു കുക്ഡപ്പ് ആയിട്ടുള്ള ജയറാമിനും കാളിദാസിനും വേണ്ടി അങ്ങനെ എഴുതി ഞങ്ങൾക്ക് രണ്ടുപേരും കേട്ടിട്ട് അതിങ്ങനെ കുറേ കഥകൾ കേട്ടു. ഞങ്ങൾ ഒന്നും ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തെങ്കിലും നല്ലത് എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2018 ഒരു വിജയത്തിന് ശേഷം ജൂഡ് ദുബായിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ജൂഡ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, അത് എപ്പോഴെങ്കിലും എനിക്കൊന്ന് പറയണമെന്നുണ്ട്, സമയമാട്ടെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം യാദൃശ്യമായിട്ട് ഇവർ തമ്മിൽ കണ്ടപ്പോഴാണ് കണ്ണനോട് ആ കഥ പറയുകയും കണ്ണൻ അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് അപ്പം ഒന്ന് ജൂഡ് പറഞ്ഞ കഥയൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ അതിനകത്ത് നല്ലൊരു സ്പാർക്ക് തോന്നി. ഞാൻ ചോദിച്ചു, അച്ഛൻ മകൻ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചെയ്താൽ നന്നായിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു നല്ല പ്രൊഡ്യൂസർ വേണം. അപ്പോൾ ഗോകുലം പോലത്തെ ഒരു കമ്പനിയിൽ പറഞ്ഞപ്പോൾ അവർക്കും ഇത് കേട്ടപ്പോൾ അവർക്കും ആ സ്പാർക്ക് തോന്നി. അങ്ങനെ അതൊരു പ്രോജക്റ്റായിട്ട് മുമ്പോട്ടേക്ക് നീങ്ങി. ഈ കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ഇയർ ഗ്യാപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ചെല്ലക്കാറ്റ് എന്നുള്ള പാട്ടിൽ കാണുന്ന സമയത്ത്, കാരണം വെച്ചാൽ
ഇപ്പോഴും മലയാളിക്ക് മുന്നിൽ രണ്ട് കാളിദാസ് ഉണ്ട്. അതായത് അവരുടെ കയ്യിലെടുക്കാൻ തോന്നുന്ന വിധത്തിൽ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വസുവായും അതിനു മുമ്പ് കൊച്ചു ഇപ്പോഴും ഒറ്റ കാളിദാസേ ഉള്ളൂ. ആ കാളിദാസ് അതിന്ന് വളർന്നിട്ടില്ല. എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാളിദാസ് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. എല്ലാവരും എനിക്കും അതാ ഇഷ്ടം. അതെ, അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം സത്യൻ സാറിന്റെ പോലത്തെ ലൊക്കേഷനിൽ ആ ദിവസം വരുന്ന കുറച്ചുകൂടി അപ്പയിൽ ഡിപ്പെൻഡിങ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇപ്പോ അല്ലാതെ ഇപ്പം കുറച്ച് പടങ്ങൾ ചെയ്തതിന് ശേഷം ഒരു പടത്തിലേക്ക് വരികയാണ്. അതെങ്ങനെയുള്ളൊരു കൊളാബറേഷൻ ആയിരിക്കും? നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പയുടെ കൺവെട്ടത്ത് നിന്ന് 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒന്നിച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്ത് 2 ക്യാരക്ടറാണ്, രണ്ടുപേരും 2 തരം എക്സ്പീരിയൻസിലൂടെയാണ് വരുന്നത്. ലാസ്റ്റ് നമ്മള് 23 years മുമ്പ് എൻ്റെ വീട് അപ്പൂൻ്റെയുടെ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞ് ആശകളായത്തിന്റെ ഫസ്റ്റ് ഷോട്ട് മനീഷേട്ടനെ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എനിക്കൊരു 23 yearsന്റെ ഗ്യാപ്പേ ഫീൽ ചെയ്തിട്ടില്ല. അതായത് അവിടുത്തെ ലാസ്റ്റ് ഷോട്ടും ഇവിടുത്തെ ഫസ്റ്റ് ഷോട്ടും ഭയങ്കര ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈവൻ ദോ ഞാൻ അത് കഴിഞ്ഞ് കുറേ സിനിമ ഒരു ആക്ടറായിട്ട് ഒരുപാട് ജോണേഴ്സിൽ എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ എന്നാലും തിരിച്ച് അപ്പയുടെ കൂടെ വരുമ്പോൾ തിരിച്ചും ആ പഴയ ഒരു എൻ്റെ വീട് അപ്പൂൻ്റെയും ഇല്ല കൊച്ചു സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത ആ ഒരു കെമിസ്ട്രി, അൺസെഡ് കെമിസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു. സോ ഭയങ്കര ഈസി ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ പോയി അങ്ങ് ചെയ്യായിരുന്നു. അല്ല 10-40 ദിവസം ഷൂട്ട് ചെയ്ത് ആ വീട്ടിൽ തന്നെ. അതെ, സിനിമയ്ക്ക് മുമ്പ് വരുന്നത് എനിക്ക് ഫസ്റ്റ് ടൈം വന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഉള്ളത് സത്യനന്ദിക്കാടിന്റെ മഴവിൽക്കാവടി എന്നുള്ള ഷൂട്ടിംഗ്. ഞങ്ങൾ പഴനിയിൽ ഷൂട്ടിംഗ് അവസാനിച്ച് ഏറ്റവും ലാസ്റ്റ് ഷോട്ട് ഉണ്ട്. പഴനിമല വൈകുന്നേരം ലൈറ്റിൽ ഭയങ്കര ഡെസ്ക് എഫക്റ്റിൽ എല്ലാവരും ഉണ്ട്. ലാസ്റ്റ് ഷോട്ട് എടുക്കുക. അപ്പം ഞാൻ ഓടിച്ചെന്ന് സത്യേട്ടന് തോന്നി. സത്യേട്ട ഒരു വിഷ് പഴനി മുരുകനെ നോക്കിയിട്ട് പടം 100 ദിവസം ഓടുകയാണെങ്കിൽ അന്നത്തെ ദിവസം കാവടി എടുത്തിട്ട് നമ്മൾ നടന്നു കയറുന്നു ഇല്ലേ? സത്യേട്ട ഒന്ന് ഓക്കെ ഞാനും ഉണ്ട് തോന്നി. അങ്ങനെ എന്നിട്ട് വന്നു. സത്യേട്ടൻ വന്നില്ല, ഞാൻ പോയി. ഈ പടം ഓടിയാ ഞാൻ കാവടി എടുക്കില്ല. അതെ, പഴനിമലയിൽ 100ാം ദിവസം കറക്റ്റ് ഇവിടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെയേ ഞാൻ നേരെ പോയിട്ട് കാവടി. ജനമായിട്ട് ഒരു സംഗതി ഉണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അനിൽ നെടുമങ്ങാടത്തെ ഇന്റർവ്യൂവിലടക്കം നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര ഒരു വിസിബിൾ ഇൻവിസിബിൾ വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു അപ്പ മകൻ. ഇതിനപ്പുറത്ത് അത് ഓൺ സ്ക്രീനിൽ ഗംഭീരമായി വർക്കായ 2 സിനിമകളായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എൻ്റെ വീട് അപ്പൂൻ്റെയും. ശരിക്കും ഇപ്പം ഈ സിനിമയിലേക്ക് വരുന്ന സമയത്തും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാതരം കാർക്കശ്യം, ദേഷ്യം, എല്ലാ ഇമോഷൻസും കയറി ഇറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ. ഒരു അപ്പയുടെ എല്ലാ ചിട്ടവട്ടങ്ങൾക്കകത്ത് തന്നെ ആയിരിക്കും. എന്നാൽ പോലും എങ്ങനെയാണ് ഒരു ഇതിനപ്പുറത്തുള്ള ഒരു ബോണ്ടിങ്, അതെങ്ങനെയാണ് ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഒരു എൻ്റെ മോനായാലും മോളായാലും ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഒരു മകൻ അച്ഛൻ അങ്ങനെ കൃത്യമായിട്ട് ശാസിക്കൽ കറക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ കാലത്തെണീറ്റോ സ്കൂളിൽ പോയോ പഠിക്കുക അങ്ങനെയൊന്നും ഞങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ് കുട്ടിക്കാലം തൊട്ട് ഞങ്ങളെല്ലാവരും. ഞാൻ എൻ്റെ മോളുമായിട്ടാണെങ്കിലും ഇവർ തമ്മിലാണെങ്കിലും ഞാനും വൈഫാണ്, ഞങ്ങളെല്ലാവരും 4 പേര് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് സിനിമ ചെയ്യുമ്പോഴെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അതിന്റെ ആക്ച്വൽ ഇത് പറയണമെങ്കിൽ 35 ദിവസം കൂടുമ്പോഴേ ഒരു ഒറ്റ പ്രാവശ്യം കാണുള്ളൂ വീട്ടില്. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വരുമല്ലോ. ബാക്കി സമയത്തൊക്കെ അറ്റ് എ ടൈം 5 പടം 4 പടം അങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക്. അല്ല, ഈ കണ്ണൻ അങ്ങനെ ലൊക്കേഷനിൽ പോയി ഇപ്പം ഞാൻ പാർവതിയുടെ ഒരു ഇന്റർവ്യൂവിലും കണ്ടിരുന്നു. അതായത് ഒറ്റ ഒരു പ്ലാൻ എയിൽ മാത്രം നിന്നിരുന്നതാണ്, പ്ലാൻ ബി ഇല്ലാതെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, സിനിമയുടെ ഒരു കമ്പം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ലൊക്കേഷനിൽ പോകുമ്പോഴും ഈ ആക്ടിങ് കാണുന്നൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നോ അതോ സിനിമയിലായിരുന്നോ? പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു 99% ആൾക്കാർക്കും സിനിമയോട് ഭയങ്കര ഇതായിരിക്കും. അത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, അതൊരു 10% ആൾക്കാരെ പുറത്ത് പറയുന്നുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും അതെ, ഇപ്പോൾ ഞാൻ എന്താ ഒരു 10-15 പടം ഇപ്പോൾ ലീഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് ഇപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ ഒരു ക്യാരവനോ ഒരു ജനറേറ്റർ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിർത്തി നോക്കാൻ തോന്നും. അത് എന്താണെന്നറിയില്ല, മേ ബി ഞാൻ
ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്നത് ഇതുകൊണ്ട് ആണോ എനിക്കറിയില്ല, അതെന്താ ഇപ്പോഴും എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അത് 15 പടം പറഞ്ഞു, 250 പടം ചെയ്ത് എനിക്ക് ഇപ്പോഴും excitement. ക്യാരവനോ ലൈറ്റോ റോഡിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം നിർത്തി ഒരു 10 മിനിറ്റ് അത് കുനിഞ്ഞു നോക്കിയില്ലേ പറ്റില്ല. അതായത് വിട്ടുപോയില്ല. നമ്മളെക്കാൾ മുതിർന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇല്ല. നമ്മൾ സ്ക്രീനിൽ കണ്ട് മോഹൻലാലായാലും മമ്മൂക്കയായാലും അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മുടെ ഉണ്ടായിരുന്ന എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കുക അല്ലെങ്കിൽ രജനി സാറെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇങ്ങനെ നോക്കി നിൽക്കുക എത്ര നേരം വേണമെങ്കിലും. അത് മാറില്ല, വിട്ട് ആ ബ്ലഡിൽ നിന്ന് പോവില്ല. ജയറാമേട്ടൻ ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം കണ്ണൻ ആക്ടിങ്ങിലേക്ക് വരുന്നു, എന്തായിരുന്നു കോൺഫിഡൻസ്? കാരണം ഞാൻ ഇപ്പം വിചാരിക്കുന്നു, ഇപ്പം രണ്ടാമത്തെ പടത്തിലേക്ക് എത്തുന്ന സമയത്ത് ബോഡി കാണിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു സീനുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 10-20 സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമർ ആയിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞ കരയുന്നതാണെങ്കിലും അതിൻ്റെ സൗണ്ട് മാനേജ് ചെയ്യുന്നതായിട്ടും ഒരു രണ്ടാമത്തെ പടത്തിലേക്കുള്ള പ്രായത്തിയ ഒരാളാണല്ലോ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസേൺ ഉണ്ടായിരുന്നില്ലേ? അതായത് സഞ്ജു വന്നിട്ട് കാർന്നാണ് സഞ്ജയ് കഥ പറയുന്നത്. അപ്പം ആദ്യത്തെ സിനിമയേക്കാൾ വലിയ ടഫായിട്ടുള്ള ഒരാളാണ്. ശരിക്കും ആ സിനിമ ഷോൾഡർ ചെയ്യുന്നത്, എൻ്റെ വീട് അപ്പുവിനെ ഷോൾഡർ ചെയ്യുന്നത് അപ്പു ആ ക്യാരക്ടർ തന്നെയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വസു എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ജയറാമേട്ടനാണ് ആദ്യം എനിക്ക് തോന്നുന്നത് അത് ഇത് കണ്ണൻ ചെയ്താൽ അടിപൊളിയാവും എന്ന് പറയുന്നത് തോന്നുന്നു. അല്ല, എനിക്ക് ഫസ്റ്റ് പടം തന്നെ എനിക്ക് കണ്ണൻ അഭിനയിക്കുന്നു അങ്ങനെ ഒന്നും അറിയില്ലല്ലോ. വീട്ടിലിങ്ങനെ ലളിത ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ജയറാമിൻ്റെ മോനെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ വീട്ടിൽ അശ്വയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് അഭിനയിക്കുന്നത് അങ്ങനെയാ, ഞാൻ റെഡി വാ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം റെഡി. അപ്പോഴും നമുക്കറിയില്ല. അങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ ഞാനും അശ്വതി ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. കാരണം ഒരു ഷോട്ട് കഴിഞ്ഞാൽ സത്യേട്ടൻ 2-3 നോക്കിയിട്ട് ഇവൻ എന്തായാലും ശരിയാവില്ല, നമുക്ക് വേറെ ആളെ വെച്ച് നോക്കാം, വിഷമമൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചു പോരാം. അങ്ങനെ വരെ പ്ലാൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഗോവയിൽ വെച്ചിട്ടൊരു ഫസ്റ്റ് ഷോട്ട് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു ലോറി വരുമ്പോൾ ഓടിപ്പോയിട്ട് അതിനകത്ത് നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു നോടി തിരിച്ചു വരണം. ഫസ്റ്റ് ടേക്കിൽ തന്നെ പോയി അതിൻ്റെ മുകളിൽ കയറി എല്ലാം നോക്കി തിരിച്ചു വന്നു, പറഞ്ഞ കൃത്യമായിട്ട് ചെയ്തു. സത്യേട്ടൻ ക്ലാപ്പ് ചെയ്യുന്നു. അപ്പം തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് ഓട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, എൻ്റെ വരുന്നത് അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു, സത്യേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ പടം ഇവർ വന്ന് കഥ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഒരു കുട്ടിക്ക് ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്നതിന് അങ്ങേ അറ്റത്താണ്. ഇമോഷണലി അത് അയ്യോ ഭയങ്കര. രണ്ടാമത് കാണാൻ പറ്റാത്ത പടമാണ്. ഞാൻ ആദ്യം ഇത് കേട്ട വഴിക്ക് അശ്വരോട് പറഞ്ഞു, കണ്ണൻ കേൾക്കട്ടെ, ഇത് കേട്ട് നോക്കിയിട്ട് അവനെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യട്ടെ ഇത്, എന്നിട്ട് നേരിട്ട് ചെന്നിട്ട് അവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അല്ലാതെ ഒരാളെ കൊണ്ടൊരു ആ പ്രായത്തിലുള്ള കുട്ടിയെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ പോലും കാരണം ഇപ്പോൾ ഇതിലൊരു കരയുന്ന സീൻ വരുമ്പോൾ അങ്ങനെ ഇമോട്ട് ചെയ്യാന്നുള്ള സംഗതി വരുമ്പോൾ ഓക്കെ, അച്ഛൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്, അച്ഛൻ ചെയ്യുന്ന കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, പെർഫോമൻസ് കാണുന്നുണ്ട്. എന്നാൽ പോലും എന്താ ഒരു ആ സമയത്തൊക്കെ പെർഫോമൻസിൽ ഇപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അന്നത്തെ ഒക്കെ ഒരു ഒന്നും അറിയില്ല, അപ്പോഴും ഒന്നും അറിയില്ല. എനിക്കറിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. ഇപ്പോൾ അന്നാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വെരിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ അപ്പം ഉണ്ട്. സിബി അങ്കിളിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടൊരു ഡയറക്ടർ ഉണ്ട്, അല്ലെങ്കിൽ സത്യനങ്ങളുണ്ട്. സത്യനങ്ങളൊക്കെ ഗോവയിൽ കൂടെ എന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ എടുത്തോണ്ട് നടന്നില്ലെങ്കിൽ ഷോട്ട് ആക്ട് ചെയ്യില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ഡയറക്ടർ എന്നെ എടുത്തോണ്ട് ഗോവ മൊത്തം കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്നെ അങ്ങനെ എൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന് അതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആൾക്കാരും, സഞ്ജുവും ബോബിയും, സഞ്ജു ചേട്ടൻ, ബോബി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഐ തിങ്ക് അവിടുന്ന് പല സെറ്റിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോഴും അതെ, ഞാനിപ്പോ ആശകളാരും ചെയ്യുമ്പോഴും അഖിൽ NRD എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ. അപ്പൊ അഖിലിന്റെ ആദ്യത്തെ പടം, പക്ഷെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ ഒരു സീനിൽ ഒന്നും ഇല്ലെങ്കിലും എങ്ങനെ സ്കോർ ചെയ്യണം, അതായത് ഓരോ ചെറിയൊരു സ്പേസ് കിട്ടിയാലും എങ്ങനെ നമ്മുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇപ്പോഴും ഓരോ ഇതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നോക്കുകയാണ്, ഇപ്പോൾ ജയറാമേട്ടൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 പ്രാവശ്യം അടുപ്പിച്ച് കാണാൻ പറ്റുന്ന സിനിമകളുണ്ടോ, റിപ്പീറ്റഡ്ലി കാണാൻ പറ്റുന്ന സിനിമ വെച്ച് കഴിഞ്ഞാൽ അതിൽ 10 എടുത്താൽ അതിൽ 5 ജയറാം സിനിമകളായിരിക്കും. അതായത് റിപ്പീറ്റ് വാച്ച് അങ്ങനെ കാണാവുന്ന സിനിമകളുണ്ട്. ഇപ്പം ആശകളായിരം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മലയാളിയുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതിലേക്ക് കടക്കുക. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ആലോചിച്ചും ജയറാം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ പോലെയാണ് നമ്മൾ എല്ലാ കാലത്തും ആലോചിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു
തൊഴിലില്ലായ്മ, വീടുമായി ബന്ധപ്പെട്ട പ്രശ്നം, കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നം, അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന സിനിമകളുടെ റെഫറൻസ് പോലും നമ്മളിപ്പോൾ ഒരു പടം, ഇപ്പം സർവമായ ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും ഒരു മുൻകാല റെഫറൻസ് ആയി മാറുന്ന സിനിമകളുണ്ട്. ഇപ്പം ആശകളായിരം വരുമ്പോൾ നമുക്ക് ആ ഗ്ലിംസ് എന്ന് മനസ്സിലാക്കാം, അതിൽ ഫണ്ണുണ്ട്, അതൊരു ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ പോലും അതിൽ നിങ്ങൾ ചിരിപ്പിക്കാനുള്ള ഒരു ഫാക്ടർ ഉണ്ട്. നിങ്ങൾ എല്ലാ കാലത്തേക്കും കണ്ടിട്ടുള്ള ജയറാം സിനിമകളുടെ പല ഫ്ലേവേഴ്സ് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വരുന്ന അല്ലെങ്കിൽ ഈ മദ്യപിച്ചിട്ട് അത് മറച്ചു വെക്കുന്ന ഒരു സീൻ, അത് ആ രീതിയിലാണ് ആളുകൾ റിയാക്ട് ചെയ്തത്. ഒരു റിയലിസ്റ്റിക് ഇതുപോലെയാണ് ആളുകൾ ഏറ്റെടുത്തത്. അപ്പൊ ആ പാർട്ട് എങ്ങനെയാണ് ഒരു മലയാളിയുടെ ഒരു... അല്ല, എനിക്ക് തോന്നുന്നത് ജൂഡാണ് ഇത് ഫസ്റ്റ് കൺസീവ് ചെയ്തിട്ടുള്ളത്. ജൂഡ് സത്യേട്ടൻ്റെ വലിയൊരു ഫാനാണ്. സത്യേട്ടൻ സിനിമകളുടെ ആ കാലഘട്ടത്തുള്ള പഴയ സിനിമകളൊക്കെ എൻ്റെ അടുത്ത് പറയും. തൂവൽ കൊട്ടാരം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അങ്ങനത്തെ സിനിമകളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയും. പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽക്കാവടി, അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും പറയും. വീണ്ടും ചില വീട്ടുകാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവാം. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് കണ്ടപ്പോൾ തന്നെ നിറയെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമ അതേപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അച്ഛൻ മകൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനും തിലകൻ ചേട്ടനും അച്ഛൻ മകൻ, ഞാനും ഇന്നസെന്റ് ചേട്ടനും ഒരു അച്ഛൻ മകൻ, മനസ്സിലാക്കരയിൽ, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ ഈ ആളുകൾ ഈ തൂവൽക്കട്ടാരത്തിലെ ക്യാരക്ടർ ഏതാണ്ട് ജയറാമിനെ പോലെയാണെന്ന്. അതായത് പുള്ളി, അതായത് നിങ്ങൾക്ക് ചെണ്ടകൊട്ടാരാണെങ്കിൽ അതിന്, അതായത് എല്ലാം ഒരു എന്ത് പ്ലേ ചെയ്യാനും പോസിബിൾ ആവുന്നത് ഒരു ഏത് തരം പുള്ളിയുടെ ക്യാരക്ടർ ട്രാൻസിഷൻ പോലെ തന്നെ ആ കഥാപാത്രം. അത് തിയേറ്ററിന് പുറത്തും അങ്ങനെ ഒരു ആനപ്രേമിയായിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് അമ്പലപ്പറമ്പിൽ കാണാൻ പറ്റും. അതേസമയം തന്നെ പഞ്ചാരി മേളത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഇതിനെല്ലാം പുറത്ത് ചിലപ്പോൾ താളം പിടിക്കുന്ന ഒരാളെ കാണും. ഇപ്പോഴത്തെ ഒരു ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ കമ്പക്കാരനായിട്ട് അപ്പുറത്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരു എനിക്ക് മലയാളിയുടെ എല്ലാ മറ്റേ കമ്പങ്ങൾക്കൊപ്പവും ഉള്ള ഒരാളായിട്ടാണ് ജയറാമിനെ പ്ലേസ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഒരു സ്ഥലത്ത് മാത്രം ഒരു എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള സംഗതി, അതിൽ മാത്രം ഒതുങ്ങി പോവാതെ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്നും കൊണ്ടു കിടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സിനിമയിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായ സമയത്തും എനിക്കത് വലിയ കാര്യമായിട്ട് എൻ്റെ തലയിലേക്ക് അത് ഏക്കാതെ പോയത് അതുകൊണ്ടായിരിക്കാം. ഒരുപാട് ഫെയിലിയറൊക്കെ വന്ന സമയത്തും സിനിമകളില്ലാതെ അങ്ങനെ വരുന്ന സമയത്തും ഒന്നും എൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ചെണ്ടകൊട്ടൻ്റെ ഒരു വളരെ എനിക്ക് അതിൻ്റെ ഒരു പ്രൊഫഷൻ കൂടിയാണ് കഴിഞ്ഞ 10-25 വർഷമായിട്ട്. പിന്നെ അധികം ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് 2 പ്രാവശ്യം കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ഒരു കർഷകനാണ് ഞാൻ. അതെ, കർഷകനാണ് ഞാൻ. ഒരു ക്ഷീര കർഷകനാണ്. കേരളത്തിലെ ഒരു തരക്കേടില്ലാതെ കൊണ്ടു നടക്കുന്ന ഒരു ക്ഷീര കർഷകനാണ്. അതല്ലാതെ ഉള്ള കാർഷികത ഉണ്ട്. 2022 മികച്ച കർഷകനുള്ള അവാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ് ഞാൻ. അപ്പോൾ അതും എൻ്റെ ഒരു സ്വകാര്യ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മുഴുവൻ ഞാൻ ഒരു സൈഡിൽ കൂടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കാനും അതിൽ ഒരുപാട് പരാജയങ്ങൾ വന്നാലും ഒരുപാട് വിജയങ്ങൾ വന്നാലും അതും എൻ്റെ നിലയിൽ കയറാറില്ല. അങ്ങനെ പോകാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ രസമുണ്ടല്ലോ, ഇപ്പം സാധാരണയായിട്ട് ഒരു മുൻനിര ആക്ടറെ കാണുമ്പോൾ ആളുകൾ ഇപ്പം ഏതാ റിലീസ്, അടുത്തേതാ സിനിമയാണെന്നായിരിക്കും ചോദിക്കുന്നത്. ജയറാമേട്ടനെ കാണുന്ന ഒരു 10 കാര്യം ചോദിക്കാനുണ്ടോ? കൃഷിയെ കുറിച്ച് ചോദിക്കാം അല്ലേ, അത് ചെണ്ടയെ കുറിച്ച് ചോദിക്കാം, ആന, അതായത് ഏതെങ്കിലും ഇപ്പൊ എനിക്കൊന്ന് ആനകളുടെ എല്ലാം പേരറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഒരു 50 വിഷയത്തെക്കുറിച്ച്, അത് ഏത് മലയാളിക്കും അയാൾക്ക് കമ്പമുള്ള എന്തിനെ കുറിച്ചും ചോദിക്കാവുന്ന ഒരാൾ പോലുള്ള സംഗതി ഉണ്ടല്ലോ. ഇത് എനിക്കൊന്ന് അത് ഒരു പക്ഷെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കണ്ണനും എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. ജയറാമേട്ടനെ കാണുമ്പോൾ ഒരു നടൻ എന്നുള്ള അകലമില്ലാതായിട്ടുള്ള ആളുകൾ വരിക, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ നിങ്ങളോട് പെരുമാറുന്നത് പോലെ അങ്ങനെ ആയിരിക്കും. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പലരും എന്നെ കണ്ണെന്നാ വിളിക്കുന്നത്. കാരണം ഫോർച്ചുനേറ്റ്ലി ഐ ഹവ് ബിൻ ബോൺ ഇൻ ദെയർ ഫാമിലി. അപ്പോൾ എനിക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ബൈ ബർത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രിവിലേജ്ഡ്, ഐ നോ ദറ്റ് ഐ എം വെരി പ്രിവിലേജ്ഡ്. പക്ഷേ ഞാൻ ആലോചിക്കും ചിലപ്പോഴൊക്കെ ചില ആക്ടേഴ്സ് എത്രയോ വർഷം ആക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു നമ്മുടെ വീട്ടു പയ്യൻപാ പറയില്ലേ നമ്മൾ, അങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റസിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് എത്രയോ കഷ്ടപ്പെട്ട്. ഐ എം വെരി ഫോർച്ചുനേറ്റ് ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഓൾസോ. കാരണം ബൈ ബർത്ത് എനിക്കത് കിട്ടി. സോ ആ ഒരു സ്നേഹം, ആ ഒരു അക്സെപ്റ്റൻസിന് അനുസരിച്ചുള്ള സിനിമകൾ ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആൻഡ് അതിനൊരു തുടക്കമായിരിക്കും ആശകളായിരുന്നു. ക്രൗഡും എന്നെ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. ഈ സിനിമയിലൊക്കെ വരുന്ന ആളുകളുടെ ഏറ്റവും അവരുടെ പ്രൈവസി പോകുന്നു,
എന്നൊക്കെ എനിക്ക് ഇഷ്ടാ അല്ല എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ. എനിക്ക് ആരെങ്കിലും 10 പേര് വന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോകാം. ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആരും എന്നെ ഫോട്ടോ എടുക്കാൻ ആരും വരുന്നില്ല, ഒന്നിനും വരുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. എപ്പോഴും എനിക്കത് ആൾക്കൂട്ടത്തിന് അപരിചിതത്വം ഇല്ല. ഇല്ലെങ്കിൽ ഇപ്പം ജയറാമേട്ടൻ്റെ അടുത്തേക്ക് പോയി നോക്കിയാലോ എന്നുള്ളൊരു പകരം അത് ജയറാമാണെങ്കിൽ എന്നാൽ നേരെ പോവാം, കയറി ഇടിച്ച് ചെല്ലാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം കൂടുതലുള്ളൊരു ആക്ടറാണെന്ന് തോന്നിയിരുന്നു. അതെനിക്കൊന്ന് അത് മറ്റു ഭാഷകളിൽ, അത് തമിഴിലും ഈ സൈമിൾട്ടേനിയസ്ലി തമിഴിലും ഇതുപോലെ ഒരു സമയത്ത് ആക്റ്റീവായിട്ട് ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ അവര് തുല്ലാതിരിക്കുന്നു ഒന്നുമില്ല. എവിടെ ചെന്നാലും 10 പേര് നമ്മുടെ അടുത്ത് വന്നില്ലെങ്കിൽ മാത്രമാണ് വിഷമം. അതാണ്, അത് ആർക്കും ഉണ്ടാവേ. ആലോചിച്ച് നോക്കൂ, പുതിയ പുതിയ തലമുറകൾ വരുന്നു, എല്ലാം പോയി കഴിയുമ്പോഴും ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ 100 പേരിൽ ഒരു 50 പേരെങ്കിലും ഓടി വന്നിട്ട് ജയറാമേട്ടാന്ന് കൈ തരും. ആ സന്തോഷമില്ലേ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ പുറമേയൊക്കെ പോകുമ്പോൾ ഇവരെന്നെ കളിയാക്കും, പ്രത്യേകിച്ച് അശ്വതിയൊക്കെ. എവിടെയെങ്കിലും വല്ല യൂറോപ്പിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആരും തിരിച്ചറിയില്ലല്ലോ. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. പോയിട്ട് ആ സായിപ്പിൻ്റെ അടുത്തെങ്കിലും പറ, നമസ്കാരം, ഞാൻ ജയറാമാണ്. ഇപ്പൊ ശരിക്കൊരു വേറൊരു ജനറേഷൻ ഉള്ള, ഇപ്പം കണ്ണനൊരു യങ്ങറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് മറ്റൊരു ജനറേഷനിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വല്ലാതെ ഗുരുത്വമുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയാണ് പറയാറുണ്ട്. എപ്പോഴും ഇപ്പം പിന്നെ പത്മരാജന്റെ കുടുംബത്തിലുള്ള ആളുകൾ പോലും പറയുമ്പോൾ ജയറാം എന്നുള്ള പേരെടുത്ത് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഭരതന്റെ ഫാമിലി, അങ്ങനെ ഒരു നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ കുടുംബം, അവർക്ക് ശേഷമുള്ള കുടുംബം പോലും എടുത്തു പറയുന്ന ഒരു പേരാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കൊപ്പം അഭിനയിക്കുന്നു എന്ന് പറയുന്നത് അവിടെയും ഭയങ്കര ഈസ് കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു സിനാരി എന്താ? ഇപ്പം ഞാൻ പറയുന്നു, തമിഴ് പിന്നെ കന്നഡയിൽ തന്നെ ഭയങ്കര സെറ്റായിട്ടുള്ള സാധനമാണ് കാന്താര. അതിൻ്റെ സെക്കൻഡിൽ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ പുലർച്ചെ പോയി കാണുന്നവർക്ക് അവിടെ വളരെ സർപ്രൈസിങ് ഫാക്ടറായിട്ട് അതുവരെ പറയാതിരുന്ന ഒരു വില്ലനെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അത് മറ്റൊരു സ്പേസിലുള്ളൊരു ഇതാണ്. ഇവിടെ അത് പിറ്റേ ദിവസം ഋഷഭ് ഷെട്ടി എല്ലായിടത്തും പറയുന്നു ജയറാമേട്ടൻ ആ റോള് സ്വീകരിച്ചതിനെ കുറിച്ചും അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ. ഞാൻ പറഞ്ഞാൽ എന്താണ് ഈ ഒരു ജനറേഷൻ മാറി വരുമ്പോഴും എല്ലാവരുമായിട്ട് ഒരു പൊരുത്തം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്താ? അത് എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനായിട്ടൊരു എഫർട്ട് എടുത്തിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ ഗുരുത്വം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാവാം, ആ 3 അക്ഷരം കൂടെ കൊണ്ട് കിടക്കുന്നതുകൊണ്ടാവാം, അതൊക്കെ കൊണ്ട് തന്നെയാവാം. ഇപ്പോൾ കാന്താര പോലത്തെ ഒരു പടത്തിൽ ആ ഒരു സ്പേസിലേക്ക് വരാൻ സാധിച്ചത് ഇത് തന്നെ ഋഷഭ് ഷെട്ടിയോട് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് പോയിട്ട് എൻ്റെ ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞു, പടത്തിൽ വളരെ പാവപ്പെട്ടൊരു മഹാരാജാവായിട്ട് ഇങ്ങനെ ഉണ്ടാവണം, എന്നാൽ യങ് ഏജ് കാണിക്കുമ്പോൾ ആ മുഖം ഒരു യങ്ങായിട്ട് തോന്നുകയും വേണം. അതിനുശേഷം വന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് കുട്ടിയായി, അങ്ങനെയായി അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വളർന്ന് വലുതായി, മക്കൾ പോലും അദ്ദേഹത്തെ ശാസിച്ച് വീട്ടിലിരുത്തുന്ന ഒരു പാവ മഹാരാജാവായിട്ട് തോന്നണം. അങ്ങനെ പോയി സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ മകൻ്റെ മരണം വരുന്നു. അതിനുശേഷം പോയാണ് ദൈവമേ ഇയാളായിരുന്നു വില്ലൻ എന്ന് പറഞ്ഞ് തോന്നിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കുറേ ആലോചിച്ചപ്പോൾ ജയറാമിന്റെ മുഖം മാത്രമേ എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതല്ല. എങ്ങുണ്ട് എങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഡൗട്ട്. ആദ്യം എങ്ങുണ്ടാ കുഞ്ഞിനെ മേടിക്കുന്ന എങ്ങ, അത് നിറയെ പേര് എൻ്റെ ചോദിച്ചു എ ആണോന്നൊക്കെ. കോമ്പീറ്റ് ചെയ്യാവുന്ന കുറച്ച് യങ്ങും വേണം, എങ്ങും. ഈ നേരത്തെ പറഞ്ഞാണ് ഇപ്പൊ കണ്ണനും 2 ലാംഗ്വേജ് ഉപയോഗിക്കാം. ഇപ്പം ആസ് എ ഫാദർ എന്നുള്ള രീതിയിൽ, ആക്ടർ എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഇൻഫ്ലുവൻസിങ് സംഗതി? ഇപ്പൊ 2 പേര്, ഇപ്പം പാർവതി ചേച്ചി ഉണ്ട്, ജയറാമേട്ടൻ, എന്താണ് ഇതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ കിട്ടുന്നത്? എങ്ങനെയാണ് ഈ 2 പേരുടെ മകനായിരിക്കും? ആസ് എ സിനിമ ഫാൻ, ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഹൂസ് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി, നമ്മളൊക്കെ എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ സിനിമകൾ അത്രയും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അപ്പയുടെ സിനിമകളാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ കേളി, 3-ാം പക്കം, അപരൻ, തൂവൽ കൊട്ടാരം, വീണ്ടും ചില വീട്ടുകാർ, ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു 30-40 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് കണ്ടിട്ടുണ്ടാവും. അമ്മയുടെ സിനിമകളാണെങ്കിലും വടക്ക് നോക്കി യന്ത്രം, കിരീടം, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമകൾ. സോ ആസ് എ സിനിമ ലവർ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഇൻഫ്ലുവൻസ് അവിടെ എവിടെയും കയറി വരും. പിന്നെ സ്വന്തം അച്ഛനും അമ്മയല്ലേ, അപ്പൊ അത് ആ ഒരു ജീനിൽ ആ ഒരു ക്യാരക്ടർ, ബോഡി ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ വന്നു. ചില ഇന്റർവ്യൂസിൽ ചോദിക്കും കോൺഷ്യസ് ആയിട്ട് അച്ഛനെ പോലെ ചെയ്യാൻ, അതുപോലെ ചെയ്യാൻ നോക്കുക, അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകും എന്ന് വെച്ച് ഞാൻ അത് അവോയ്ഡ് ചെയ്യാറില്ല. അത് ആർട്ടിഫിഷ്യലി ചെയ്താൽ പിടിക്കുമല്ലോ, ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല കണ്ണൻ്റെതായ ഒരു യുണീക്ക് വേ ആണല്ലോ ഉണ്ടാക്കാൻ നോക്കുക.
ഒരു കാര്യം ഞാൻ ജയറാമേട്ടനോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് ഇതുപോലൊരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു കണ്ണൻ ഒരു പൊതുവേദിയിൽ വരുന്നു. അവിടെ തമിഴിലെ സൂര്യ അടക്കമുള്ള പ്രധാനപ്പെട്ട ആക്ടേഴ്സിന്റെ അവിടെ ഒരു മിമിക്രി അപ്പം നമ്മൾക്ക് അതുവരെ ബാലതാരമായിരിക്കുന്ന കാളിദാസ് ജയറാം നാഷണൽ അവാർഡ് വിന്നർ ആയതിനു ശേഷം ഓക്കെ ഒരു യുവതാരമായിട്ട് പിന്നീട് വന്നേക്കാം എന്നുള്ളിടത്തുനിന്ന് മിമിക്രി പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ആക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യാം, പക്ഷേ ജയറാമേട്ടൻ കരിയറിന്റെ തുടക്കത്തിൽ ചെയ്തൊരു കാര്യം കൂടി മകനിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളത് അത് അത് ആദ്യം അറിഞ്ഞപ്പോഴും ഭയങ്കര സർപ്രൈസ് ആയിരുന്നില്ല, അങ്ങനെ ചെയ്യും എനിക്കും അശ്വതിക്കും അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഫസ്റ്റ് കയറി സ്റ്റേജിൽ ചെയ്ത്. അതിനേക്കാൾ മുമ്പ് പക്ഷേ ഈ ഒരു ക്രൗഡിനെ പുള്ളി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് എനിക്ക് അതിനേക്കാൾ കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ ഒരു ഇന്റർവ്യൂവിൽ ഇതായിട്ട് പറയുന്നതല്ല. ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് പോയ സമയത്ത് സ്കോട്ട്ലൻഡിൽ കുറച്ചും കൂടി കൺട്രി സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ഈ വിസ്കികളുടെ ഇതൊക്കെ വിസ്കി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ബെൽസ് വിസ്കി ഉണ്ടാക്കുന്ന ബ്ലെയർ എത്തോൾ അല്ലെങ്കിൽ ജോണി വാക്കർ അങ്ങനത്തെ കമ്പനികൾ മുഴുവൻ അവിടെയാണ്. അപ്പോൾ ഈ സ്കോട്ടിഷ് വാട്ടർ അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു സക്സസ് ആണ് അവിടെ സ്കോച്ച് വിസ്കി ഇതാണ്. അപ്പോൾ ആ കമ്പനികൾ കാണാൻ പോയ സമയത്ത് ഇവൻ ചെറുതായിരുന്നു, അകത്തേക്ക് കടത്തി വിട്ടില്ല, കുട്ടികളെ പോകാൻ പറ്റില്ല. എത്രയോ ഏജ് 13 വയസ്സ് 14 വയസ്സും താവണം. അപ്പം ഞങ്ങൾ ഒരു സായിപ്പിനെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മോനാണ് ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ കമ്പനി കാണാൻ ഒരു 3 hours സായിപ്പ് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ച് സായിപ്പിനെ വാതിൽക്ക് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി അകത്തേക്ക്. ഞങ്ങൾ പോയി കമ്പനിയൊക്കെ 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ക്രൗഡ്. പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി, എന്തെങ്കിലും സംഭവിച്ചാണോ മറ്റത്. ഞങ്ങൾ നോക്കുമ്പോൾ കുറേ സായിപ്പന്മാരുടെ നടുക്ക് അവർ തൊപ്പിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സിംഹത്തിൻ്റെ പോലെ തൊപ്പിയൊക്കെ. അത് വെച്ചിട്ട് എൻ്റെ അപ്പ മറ്റേ ചെണ്ട പൊട്ടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ജില്ലം പടപട അത് മറ്റേത് കുറേ എന്തൊക്കെയോ കാണിച്ചിട്ട് ഒരു 10-20 സായിപ്പന്മാർ മതാന്മാർ ചുറ്റുമുണ്ട്, ഇവൻ നടുക്കിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ കാര്യം പെർഫോമറാണ്, ഇത് ഒരാളെ 10 പേരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആ തൊപ്പി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, ഒരു സിംഹത്തിന്റെ പോലത്തെ തൊപ്പി. അത് ഇത് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്ലാൻ ബി ഇല്ലാതെ ഒരു സിംഗിൾ ഡിസിഷനിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്? അപ്പം ഓക്കെ സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവും, എന്നാൽ പോലും അങ്ങനെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താ ശരിക്കും അതില്? അപ്പ തിരിച്ചു വരുന്ന ഒരാളല്ലേ ലൊക്കേഷനിൽ, നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തല്ലേ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവില്ല, അങ്ങനെ അത് ഷൂട്ടിംഗ് പോയിട്ടുണ്ടാവില്ല? എനിക്ക് ശരിക്കും കൊച്ചു സന്തോഷങ്ങൾ ആ പറഞ്ഞ ലോറിയിൽ കയറി ജോസ് അങ്കിളിൽ നിന്ന് ചോദിക്കുന്ന ഷോട്ട് കഴിഞ്ഞ് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എനിക്ക് ഒരു കുട്ടി വന്ന് ഇങ്ങനെ പേപ്പറും പെന്നും നീട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പിന്നെ എടുത്ത് ഇതാണ് ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം ഡിസൈഡ് ചെയ്തു, സബ് കോൺഷ്യസ്ലി എനിക്ക് അപ്പം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇതാണ് എനിക്ക് എൻ്റെ ലൈഫ് ഇതായിരിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഇതെങ്ങനെ ടേക്ക് ഫോർവേഡ് ചെയ്യണം, അതോ ഇതിന് വേണ്ടിയിട്ട് എന്താണ് വർക്ക്, ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്താണെന്ന് ആ ഒരു സീരിയസ്നെസ് എത്താൻ ഞാൻ കുറച്ചും കൂടെ കോളേജൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ചും കൂടെ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. കാരണം ലോയലയിൽ എൻ്റെ കൂടെ വിസ്കോമിൽ പഠിച്ചിരുന്ന എല്ലാവരും 24 hours അവർക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സർക്കിളിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ അല്ലാതെ വേറെ ഒന്നും നമ്മുടെ മനസ്സിലില്ല. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ആണ് ഒരു ശരിക്കും പറയാം. ഫ്രണ്ട്സിലെ ചന്തുന്ന് ചെറിയ കുട്ടി അത് ഞാൻ ഡബ് ചെയ്ത്, അതാണ് എന്റെ ആദ്യത്തെ ആക്ച്വലി സിനിമയായിട്ടുള്ള. പക്ഷെ അപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, വേറൊരാൾ പെർഫോം ചെയ്ത് കാണുന്നു. ഡബിങ് തിയേറ്ററിൽ ഡബിങ് കാണാൻ വേണ്ടി സ്കൂൾ വിട്ട് പോകുമ്പോൾ അവിടെ വന്നതാണ്. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു കണ്ണന്റെ വോയിസ് എന്ന്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പൊക്കി പിടിച്ചപ്പോ ചന്തു എന്ന് പറഞ്ഞു, അതാണ് പേര് പറയുന്നല്ലേ. ഇപ്പൊ ഇത് ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് ഓഫ് സ്ക്രീനിൽ നിങ്ങൾ തമ്മിലിപ്പം നോർമൽ അച്ഛൻ മകൻ ഇമോഷനാണ് ഇപ്പുറത്ത്, പക്ഷെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, വേറെ ഇതുണ്ടാവും. ഇങ്ങനെ ഒരു ഓൺ സ്ക്രീൻ പെർഫോമൻസിൽ എന്താണ് ഒരു ഓപ്പോസിറ്റ് അച്ഛൻ നിൽക്കുന്ന സമയത്ത് ഒരു നോർമൽ മറ്റൊരു ആക്ടർ നിൽക്കുന്ന പോലെ തന്നെയാണോ? എങ്ങനെ ഇപ്പോൾ ആശകളായിട്ട് അറിയാം പല ഇതിലൂടെ ഗ്രാഫിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണല്ലോ രണ്ടുപേരുടെയും. അതായത് ഞങ്ങൾ പുറത്ത് വെച്ച ഹോർഡിങ്സ് ബോർഡൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ടോ, സ്പോയിലർ ആയിട്ട് പറയുന്നില്ല. എന്നാൽ പോലും ഞാൻ എങ്ങനെയാണ് ഒരു ഓൺ സ്ക്രീനിൽ അച്ഛനോട് വഴക്കൂടാനോ പിടിക്കാനോ ഞാൻ ഒരു ടഫ് സീനൊക്കെ വരുമ്പോഴും എന്താ? അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ചില കോമ്പിനേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അപ്പയും ഊർവശി ഒക്കെ പോലത്തെ അവര് സീൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പുത്തമ്പുതു കാലയില് സുധാ മാം ചെയ്യുമ്പോ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. കാരണം ആ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് അധികം പേര് നമ്മള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഒരു സീൻ വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ആ പേപ്പറിൽ ആ ഡയലോഗ് ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്യും, ബാക്കിയൊക്കെ ഇവർ എന്തോ സൈൻ ലാംഗ്വേജാണ്.
മൊത്തം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒറ്റ പോക്കാ സീൻ. എനിക്ക് എവിടെയോ എനിക്ക് അപ്പയായിട്ട് ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് നമ്മൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനോ, അതായത് ഒരു സീൻ വായിക്കുക, അതിന് കുറേ നേരം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല ഈ സിനിമയിൽ. വരിക, നമ്മൾ ആ സീൻ പെർഫോം ചെയ്യുക, നാച്ചുറലായിട്ട് ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ പിന്നീട് നമുക്കത് ശരിയായില്ല, ഇല്ലെങ്കിൽ ചില പോർഷൻസ് ശരിയായില്ല എന്ന് തോന്നുമ്പോൾ അത് റീടേക്ക് എടുത്ത് ബെറ്റർ ആക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പ്രോസസ്സ് ഈ സിനിമയിൽ വലുതായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തില്ല. വെരി നാച്ചുറൽ. പിന്നെ മനുഷ്യേട്ടൻ പറഞ്ഞുകൊണ്ട് പറയാണ്, ചില സീൻസേ ഉള്ളൂ ഈ ഒരു സിനിമയുടെ വേറെ രീതിയിലൊക്കെ പോകുന്നത്, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. പിന്നെ ഇതില് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആശകളായിരത്തിലേക്ക് വരുന്നതാണെങ്കിൽ ഇതിലെ ഇപ്പൊ പുറത്ത് വന്ന സീൻ ഭയങ്കര രസമായിട്ട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ പോകുന്ന ആ ഒരു മൂഡിൽ തന്നെ പോകുന്ന സിനിമയാണോ? ഒരു ഫൺ എന്താണ് അതിന്റെ ഒരു ടോട്ടൽ മൂഡ്? അതാണ് പടത്തിന്റെ ഒരു മൂഡ്. അതിൽ തന്നെ എല്ലാ ദിവസവും വെള്ളടിച്ച് വരുന്ന മൂടെന്ന് വേണ്ട പറയുമ്പോൾ ആള് ഈ സീൻ വെച്ചിട്ട് എല്ലാ വൈകുന്നേരവും ഒരിക്കലും അല്ല. പക്ഷെ എന്താ പറയാ, അതെ, അല്ല ഞാൻ ഒരുപാടൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ഇന്നേ വരെ ചെയ്ത സിനിമകളിൽ അതിഭയങ്കര കഥാപാത്രം, പക്ഷെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജയറാമേട്ടൻ സിമ്പിൾ ആയിട്ടുള്ള. അതെ, അല്ലാതെ അതിന് ഭയങ്കരമായിട്ട് ഞങ്ങൾ തകർത്തപ്പെടാണ് അതുണ്ട് ഇതുണ്ട് വരാത്ത കഥ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം വന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാണുമ്പോൾ ഇത് കുറെ കാലം കഴിഞ്ഞിട്ട് ജയറാമിന്റെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച സിനിമയാണെന്ന് തോന്നുന്നൊരു സിനിമയായിരിക്കും ഇതേപോലെ കണ്ണന്റെ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന മറ്റേ അധോലോകമാണ് എന്ന് പറയുമ്പം യു മീൻ അണ്ടർവേൾഡ്, ആ പറയുന്ന സമയത്ത് റിയാക്ഷനിൽ ഞാൻ പറയുന്ന ഒരു ആ പ്രായത്തിൽ കവിഞ്ഞൊരു പെർഫോമൻസ് ഇത് നമ്മളിപ്പം കാണുമ്പോൾ ഇപ്പോ പിന്നെ കണ്ണൻ ജയറാമേട്ടൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഹ്യൂമറിന്റെ ടൈമിംഗ് ഉള്ള സംഗതി കൂടി റീക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. എന്നുവെച്ചാൽ ഇപ്പുറത്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു ലെജൻഡറി കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരാളാണ്. അതിൽ തമിഴിലും മലയാളത്തിലും ആ വേവിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമറിൽ ഇപ്പൊ കമൽ സാറൊക്കെ അങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്ന അത്ര ടൈമിംഗ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പേസിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ടഫായിരുന്നു അത്തരം സീൻസ് ഒക്കെ വരുന്ന സമയത്ത്. ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാതിരുന്നാൽ മതി. അതായത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ മീറ്ററിൽ നിന്നുകൊണ്ട്, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ സോ കോൾഡ് റിയലിസ്റ്റിക് നമ്മളൊരു ഇത് അപ്രോച്ച് എടുക്കില്ല, അതുപോലെ ചെയ്താൽ ഐ തിങ്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഇതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പോയി ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ ചെയ്തത്. നമ്മൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവര് തെളിഞ്ചായിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യല്ല. ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്? ഈ വെള്ളടി സീനും പരിപാടിയും വരുന്നതും അതായിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഗതി ഉള്ള സമയത്ത് അത് ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വന്തം ഒരു ഇത് ഇട്ട് പോവാന്നല്ലാതെ അവിടെ അപ്പുറത്ത് തിലകൻ ചേട്ടനാന്നുള്ളത് കോൺഷ്യസ് ആയാലും ടെൻഷൻ ആണല്ലോ. അങ്ങനെ ഒരു ടെൻഷൻ വരും അപ്പയാണ് അപ്പുറത്ത് പെർഫോമർ ആണെന്നുള്ളത് അല്ലേ? ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. പ്ലസ് പ്രജിത്തേട്ടനാണെങ്കിലും ജൂഡേട്ടനാണെങ്കിലും ക്രൂ ആണെങ്കിലും ഒക്കെ ഇപ്പൊ ഈ വീട്ടിൽ വരുമ്പോ ഒരുപാട് മെമ്മറീസ് ആക്ച്വലി. നമ്മളാ വെള്ളടിച്ചിട്ട് വരുന്ന സീക്വൻസ് ഒക്കെ അതെ, അപ്പോ ഭയങ്കര കംഫർട്ടബിൾ. അപ്പൊ ഇപ്പൊ വന്നപ്പോഴും എനിക്കൊന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമ്പോ പറഞ്ഞപ്പോ ഇവിടുത്തെ അങ്കിള് പറഞ്ഞു അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്ക് ഈ വീടിന്റെ ഓരോ കോർണർ അറിയാം. അത് ശരിക്കും അങ്ങനെ ഒരു മെമ്മറി. ഇപ്പം ജയറാമേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ മഴവിൽക്കാവടി ഷൂട്ട് ചെയ്യുമ്പോൾ ആ സ്പേസ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ജയറാമേട്ടൻ ആ സ്പേസ് ഭയങ്കര പ്രധാനമാണ്. ഞാനൊരിക്കൽ ജയറാമേട്ടൻ ട്രിവാൻഡ്രത്ത് ഇന്ത്യ വിഷൻ്റെ ഒരു പ്രോഗ്രാമിൽ ഷൂട്ട് ചെയ്യുമ്പം ഹോട്ടൽ സ്പേസിനെ പോലും അവിടെ ഒരു ഹോംലി ഫീൽ ഉണ്ടാക്കാൻ ആദ്യം നോക്കുക. പത്മനാഭൻ സാറിന്റെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ആംബിയൻസിനെ കുറച്ചുകൂടി ഹോംലി ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൊക്കേഷൻ അങ്ങനെ കണക്റ്റഡ് ആവാറുണ്ട്. ഒരു 10-20 ദിവസം ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് പോകുമ്പം ആ ക്യാരക്ടറിനെ പുറത്തിറക്കുന്നത് പോലെ ആ ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹോണ്ടിങ് ആവുമോ? അങ്ങനെ ഒരു ഫീൽ നമുക്ക് എപ്പോഴും നമ്മുടെ കംഫർട്ടായിട്ടുള്ള എനിക്കതൊരു ഭയങ്കര ഭാഗ്യം കിട്ടിയാണല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് എടുത്തോളൂ. അതൊക്കെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു 10-25 ദിവസം 30 ദിവസം കിട്ടുക എന്ന് പറയുന്നത്, പിന്നെ അന്നത്തെ അപ്പോഴും കാരവനും ഇല്ല, എല്ലാവരും മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഇന്നസെന്റ് ഏട്ടനും ജഗതി ചേട്ടനും ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ തമാശകളും പപ്പുവേട്ടനും മാമുക്കോയും എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒരു 10-25 ദിവസം എന്ന് പറയുന്നത് നമുക്കത് തീർന്നു പോകുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെയായിരുന്നു യാത്രകളൊക്കെ.
പിന്നെ ഈ സിനിമകളൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ കണ്ണം പറഞ്ഞ പോലെ ഈ റെഫറൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്നൊരു കാര്യം, ശിവണ്ണയുടെ കൂടെ ശിവരാജ് കുമാറിൻ്റെ കൂടെ ഞാൻ ഒരു കന്നഡ പടം ഇപ്പോൾ ഞാനും ശിവരാജ് കുമാറും സായി കുമാറും ഞങ്ങൾ 3 ഹീറോസാണ്. ഹിലേറിയസ് ഹ്യൂമറാണ് പടം, ഭയങ്കര തമാശ. അപ്പോൾ അതിൻ്റെ ചെന്ന് ഫസ്റ്റ് ഡേ ശിവണ്ണ എൻ്റെ അടുത്ത് പറയുന്നതാണ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ജയറാം ചെയ്ത മറ്റേ ഇത് വേണം ഞങ്ങൾക്ക്, ഈ മഴവിൽക്കാവടി വേണം, അല്ലെങ്കിൽ മറ്റേ സിനിമ വേണം, ആ സിനിമ. ഞാൻ പറഞ്ഞു ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വെച്ചു, ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സെയിം ഋഷഭ് ഷെട്ടിയും പറഞ്ഞിരുന്നു അല്ലേ, ജയറാമേട്ടന്റെ പടങ്ങളുടെ ഒരു ഫാനാണ് എന്നുള്ളത് കാന്താരയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ മറ്റേ പഞ്ചതന്ത്രത്തിൽ ഇത് വേണം, തെന്നാലി പോലത്തെ ഇത് വേണം, ആ റിയാക്ഷൻസ് തന്നെ വേണം. അങ്ങനെയാണ് ഇപ്പോൾ പടം മുഴുവനായിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എടുത്തു പറഞ്ഞപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജിസ്ജോയുടെ ഇന്റർവ്യൂ പുള്ളി എടുത്തു പറഞ്ഞൊരു സംഗതി ഇന്നലെ എന്നുള്ള സിനിമയായിരുന്നു. അപ്പൊ ഇന്നലെ എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ക്യാരക്ടറിന്റെ അതിന്റെ ഒരു ആർക്ക് പെർഫോമൻസ് ജിസ്ജോയ് പറഞ്ഞ അശ്വതിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് ജിസ്ജോയുടെ ഞാൻ വിളിച്ച് താങ്ക്സ് പറഞ്ഞു. അല്ല, അതൊരു പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നലെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അത് ഒരിക്കലും പഴക്കം ഉണ്ടാവാതെ, അത് ഒരു കാലത്തും പഴകിപ്പോവാത്ത സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഗതി അതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഇന്നലെ അടക്കമുള്ള പല സിനിമകൾ എടുത്തു പറയുമ്പോഴും ഇപ്പൊ അപരൻ എന്ന് പറയുമ്പോൾ അപരൻ പോലെ ഒറ്റ സിനിമയേ ഉള്ളൂ മലയാളത്തിൽ. ഇനി ആളുകൾക്ക് ഉണ്ടാക്കാൻ പേടിയുള്ള സിനിമകളാണത്. കാണാം, എത്ര തവണ വേണമെങ്കിൽ കാണാം, ഇനി അങ്ങനെ ഒന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതുപോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് ആ കാര്യത്തിൽ പോലെ ഇപ്പൊ ഇന്നലെയോ അപരനെ പോലുള്ള സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര അനുഗ്രഹീതമായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നാറില്ല അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാഗ്യങ്ങൾ അതൊക്കെ തന്നെ. ഒന്ന് ആലോചിച്ചു, ഫസ്റ്റ് പടം സാധാരണ ഈ 10-38 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മെഡ്രാസിൽ പോയി ചാൻസ് ചോദിച്ച്, അന്നത്തെ കാലത്ത് മെഡ്രാസിൽ എത്രയോ ഡയറക്ടേഴ്സിനെ കണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ കഷ്ടപ്പെട്ട്. ഇത് അതൊന്നുമില്ലാതെ സിനിമ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പത്മനാഭൻ സാറിനെ പോലത്തെ ഒരു ഡയറക്റ്റ് എൻട്രി അങ്ങോട്ട് കിട്ടുക, അതൊക്കെ ഒരു ഭയങ്കര ദൈവഭാഗ്യമായിട്ട് എപ്പോഴും ഞാൻ, അതാണ് ആ ഗുരുത്വം ഇങ്ങനെ എവിടേക്കോ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞൊരു നമുക്കൊരു ഇതര ഭാഷയിലൊരു സിനിമ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ഇതെല്ലാം അവരുടെ മെമ്മറിയിലേക്ക് കൂടി കയറി വരികയാണല്ലോ അല്ലേ? ഇപ്പം മഴവിൽക്കാവടി എന്നോ ചെയ്തു വെച്ച പടം നമുക്ക് അതുപോലെ ചെയ്യാന്ന് പറയുന്നത് അതിൽ എക്സൈറ്റഡ് ആയ ഒരു ഫിലിം മേക്കർ ആണല്ലോ വന്ന് പറയുന്നത്. അതൊരു അല്ലേ എല്ലാ കാലത്തേക്കും സിനിമ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു സംഗതി പോലെ അല്ലേ? പിന്നെ രസമുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഇപ്പൊ ഈ ആശകൾ 1000-ന്റെ സാധനം പറയുകയാണ് സത്യനന്ദിക്കാട് ജയറാം എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായൊരു കോമ്പിനേഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് എല്ലാവരും പറഞ്ഞു വെച്ചാൽ എവിടെ വെച്ചും അവർക്ക് സിനിമ ചെയ്യാം. തമിഴ്നാട്ടിൽ കൊണ്ടുപോവാം, പഴനി കൊണ്ടുപോവാം, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോവാം, എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. കേരളത്തിലെ ഏത് ഗ്രാമത്തിനും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നല്ലോ. അത് എനിക്ക് ഇപ്പൊ പോലും നമ്മൾ ഗ്രാമീണ സിനിമ എന്ന് പറയുന്നത് ചെയ്യാൻ ഏറ്റവും ടഫുള്ള, ചെയ്യാൻ പേടിയുള്ള സംഗതി. അദ്ദേഹവും അങ്ങനെ ജീവിച്ച് വന്ന ഒരാളാണ്, ഗ്രാമത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. സത്യം, ഞാനും വരെയായിട്ട് അത്തരം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, അതൊക്കെ കൊണ്ടാവാം ആ ഒരു കറക്റ്റായിട്ട് റിലേറ്റഡ് ആവുന്നത്. കാളിദാസിന് ഒരു ആസ് എ പെർഫോമർ അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സിനിമകൾ ഉണ്ടാവാറ്? ഏതെങ്കിലും സിനിമകൾ ഇപ്പൊ ഇതെടുത്തപ്പം ഒരു റീചാർജ് ചെയ്യാനൊക്കെ ജയറാമേട്ടന്റെ സിനിമകൾ അങ്ങനെ എടുത്ത് ഒരുപാട് സിനിമകൾ ഇപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റ് തന്നെ. എനിക്ക് എന്താ പേടിന്ന് വെച്ചാൽ ഞാൻ കുറെ പേരുകൾ വിട്ടുപോകുന്നു. ഉണ്ട് 10-50 പടം ചെയ്ത കുഴപ്പമില്ല, 250 പടം ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് പറയും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അല്ലേ? ശേഷം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ശേഷം എന്ന് പറഞ്ഞ ടി.കെ. രാജകുമാർ സാറിന്റെ പടം. ശേഷമായാലും പെർഫോമൻസിലും അങ്ങനെ ഒരു വേറൊരു മോഡലിൽ എനിക്ക് അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ശേഷം. കണ്ണൻ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്ന് കണ്ട പടം എന്ന് പറഞ്ഞാൽ പുതുക്കോട്ടയിലെ പുതുമണ വളരെ കഥാപ്രസംഗം. ആദ്യം ആന ഇങ്ങനെ അതിൽ ഞാൻ കരഞ്ഞിട്ട് പുറത്തേക്ക് പോയി, മുഴുവനായി കാണാൻ പറ്റില്ല, പുറത്തു കൊണ്ട് വെച്ചോണ്ടിരുന്നു തിയേറ്ററിന്റെ. ഈ പിന്നെ ഇപ്പൊ ഇതിൽ ജൂഡ് ഇതിന്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ജൂഡ് 2018 ശേഷം പ്രജിത്താണ് പ്രജിത്ത് ഡയറക്ട് ചെയ്യുന്നു. വടക്കൻ സെൽഫിക്ക് ശേഷം അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. ഞാൻ ഒരു അവരുടെ ഒരു കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ കൂടി എങ്ങനെയാണ്? പ്രജിത്തേട്ടൻ അടിപൊളിയാണ് ശരിക്കും. ഞാൻ എന്താ പറയാ, ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഇങ്ങനെ ഒരു ടീം കിട്ടിയതില്ല. അത് തിരിച്ചിപ്പോ കുറെ നാൾ കഴിഞ്ഞിട്ട് മലയാളത്തിൽ വരുന്നു. ഒരു നല്ല അരവിന്ദ് എന്ന് പറഞ്ഞ റൈറ്റർ, അരവിന്ദിന്റെ ഫസ്റ്റ് സിനിമയാണ്. ഐ തിങ്ക് നല്ലൊരു റൈറ്ററായി വരാനുള്ള എല്ലാ ഒരു കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ജൂഡേട്ടനാണെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് അറിയാം എന്താ വേണ്ടത് എന്നുള്ളത്, കറക്റ്റായിട്ട് അറിയാം. അപ്പൊ
ആദ്യത്തെ 2 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ചൂടായിട്ടും പറഞ്ഞു, എടാ ഇത് വേണ്ട, നമുക്ക് സാധാരണ കണ്ണൻ എങ്ങനെയാണോ അത് മതി, വേറെ എക്സ്ട്രാ പരിപാടി ഒന്നും വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ആ ഒരു മീറ്റർ പിടികിട്ടി. പിന്നീട് ഈസി ആയിരുന്നു. പിന്നെ അങ്ങ് ഷൂട്ട് തീരുന്നവരെ എനിക്ക് അത്രയും ഞാൻ ഇതുവരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. ഇതിനെ വേണ്ടി ഒരു കാര്യമുണ്ടല്ലോ, ഒരു കോമ്പിനേഷൻ. നമ്മൾ ഈ പറഞ്ഞ വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണെങ്കിൽ മനസ്സിനക്കരെ പറയുമ്പോഴും നമ്മളെല്ലാം ഇപ്പം പറയുകയാണെങ്കിൽ ജയറാമേട്ടൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പൊരുത്തം. ഇപ്പം ജയറാമേട്ടൻ ഒടുവിലാണെങ്കിൽ ഇവരൊരു വീട്ടിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ആദ്യത്തെ സിനിമയിൽ കാണുമ്പോഴും നിങ്ങൾ ഈ ഒരു മനപ്പൊരുത്തം ഓൺ സ്ക്രീനിൽ വരുന്ന ഒരു സംഗതി ഭയങ്കര ഗംഭീരമാണ്. അത് ജയറാം ജഗതി ആരാണോ ഇപ്പുറത്ത് വരുന്നത്. ഇപ്പം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരു ഫീമെയിൽ ലീഡ് സ്വഭാവത്തിൽ നോക്കിയാൽ ജയറാം ഉർവശി നമ്മളെപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. എങ്ങനെ ഈ ഒരു അതെങ്ങനെയോ ഇപ്പം നേരത്തെ കണ്ണൻ എടുത്ത് പറയും കൂടി 19 കാലിൽ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഓഫ് സ്ക്രീനിൽ നിന്ന് ഓൺ സ്ക്രീനിലേക്ക് വർക്കാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? എനിക്ക് എന്താന്ന് പറയാൻ അറിഞ്ഞൂടാ. ഇപ്പം നമ്മളൊരു ആസ് ആൻ ആക്ടർ അല്ലെ ആക്ട്രസ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു സൈൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ അത് ഉർവശിക്ക് മനസ്സിലാവും. അതിപ്പോൾ പോലും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പടം തമിഴ് സിനിമ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പോലും ആ ടേക്കിന് മുമ്പ് ഡയറക്ടറോട് പോലും പറയാതെ പൊടി ഇത്രയും പറഞ്ഞാൽ അത് വന്ന് അവസാനം ഈ കഥ ഓർക്കുമ്പോൾ പേടിച്ചിട്ട് അയ്യോ നിലവിളിക്ക് പണ്ടാറ് എന്തിനാ നിലവിളിക്ക് ഞാനും പേടിച്ച് തിരിഞ്ഞ് ഇത്രയും കൃത്യമായിട്ട് കിട്ടും. ഡയറക്ടർ കട്ട് ആഹാ കലക്കി എന്ന് പറയും. അതെ, അത് സൈൻ ലാംഗ്വേജിൽ കറക്റ്റായിട്ട് ഉർവശിക്ക് കിട്ടുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ പഞ്ചതന്ത്ര എന്താന്ന് ചോദിച്ചാൽ 22 പടം ഒരുമിച്ച് ചെയ്തു. പക്ഷെ വലിയ ഈ ശരിക്കും നോക്കുകയാണെങ്കിൽ 19 കാലം മാറ്റി വെച്ച വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഒന്നിച്ച് ചെയ്യുന്നത്. ഇപ്പൊ പഞ്ചതന്ത്രം എന്നുള്ള സിനിമ KS രവികുമാർ പറയാത്തതാണ്. ഒരു ഞങ്ങള് ബാംഗ്ലൂർക്ക് കള്ളത്തരത്തിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോരുത്തരും വീട്ടിൽ പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉർവശി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറകിൽ പോയിട്ട് ഷീ വയ്യടി ഫോൺ കീഴേ എന്നൊക്കെ പറയും. എന്നിട്ട് ആ ഫോൺ പിടിച്ചു വലിച്ച് പെട്ടെന്ന് തിരിയുമ്പോൾ കൈ തെറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് മറിഞ്ഞ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഉർവശിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിലത്ത് പോയി വീണിട്ട് എൻ്റെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ആ പോയി വീണ സ്ഥലത്ത് ഒരുപാട് പൊടി കുമ്മായം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് പോയി വീണത്. എൻ്റെ വായി നിറയെ കുമ്മായാണ്. തിരിച്ചു വന്നിട്ട് ഉർവശിയുടെ മുഖം മുഴുവൻ ഇപ്പോഴും പടത്തിൽ. അത് പെട്ടെന്ന് വേറൊരാളാണെങ്കിൽ അത് കിട്ടാത്ത ആളാണെങ്കിൽ ചേച്ചേ എന്തേ കാണിച്ചത് വൺ മോർ എന്ന് പറഞ്ഞാണ്. ഇതാ ഷോട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പടത്തിൽ. അത് ഒരു കുറെ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും ഒരുമിച്ച് ഒരു ഈഗോ ഫ്രീ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ് എന്നുള്ളത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ പറയാൻ ഒരു വലിപ്പച്ചെറുപ്പില്ലാതെ ഭയങ്കര വല്ലാത്തൊരു മനപ്പൊരുത്തം. ഇപ്പം സത്യൻ സാർ അത് എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഞാൻ പറഞ്ഞ അതെല്ലാ കാലത്തും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരെല്ലാം ഒരു കുടുംബത്തിനകത്താണെന്ന് തോന്നുന്ന വിധത്തിലുള്ള റാപ്പോ അത് ഭയങ്കരമായിട്ട് വർക്ക് ആവാറില്ലേ? സത്യേട്ടൻ്റെ പടത്തിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ചെയ്ത എല്ലാ പടങ്ങളും സത്യേട്ടൻ്റെ കമലിൻ്റെ ഒക്കെ എല്ലായിടത്തും പോകുമ്പോഴും ഈ ഒരേ ആൾക്കാരാണ്. അവിടെയും ഒടുവിൽ എൻ്റെ കൂടെ ഉണ്ട്, മാമുക്കോയുണ്ട്, കുതിരോട്ടം പപ്പു ചേട്ടനുണ്ട്, ശങ്കരാടി ചേട്ടനുണ്ട്, മീന ചേച്ചിയുണ്ട്, ലളിത ചേച്ചിയുണ്ട്. എല്ലാവരും അടുത്ത പടത്തിന് പോകുമ്പോഴും ഇവർ തന്നെ അങ്ങോട്ടേക്ക് ചെയ്ത് ചേട്ടൻ എല്ലാവരും വരും. അത് ഭയങ്കര ഇതായിരുന്നു. കണ്ണൻ അങ്ങനെ ഈ ഒരു പുതിയ ജനറേഷൻ കുറച്ചുകൂടി വേറെ രീതിയിലാണ്, കുറച്ചുകൂടി അവരുടേതായ ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റി അതിൽ നിൽക്കുന്നതാണല്ലോ. ഒരു മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും സെറ്റിൽ വരുമ്പം അതെങ്ങനെയാ ഒരു ഡേ വൺ കംഫർട്ടബിൾ ആക്കാൻ നോക്കാറുള്ളത്? നമ്മൾ അതിലേക്ക് ഇന്നാവണല്ലോ. അതെ, അയലേ പറ്റുള്ളൂ. അതെ അതെ. അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നുന്നു അങ്ങനെ നല്ല ആ സമയത്തുണ്ടായിരുന്ന നല്ല 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 ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് കുറേയൊക്കെ കിട്ടി. ഞാൻ കൊച്ചു സന്തോഷങ്ങളാണെങ്കിലും ഇന്നസെന്റ് അങ്കിളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഗംഭീര കോമ്പിനേഷൻ. അതായത് വെറുതെ വർക്ക് ചെയ്യാന്നുള്ളതല്ലോ, ഭയങ്കര രസമുള്ള നമ്മൾ ഇപ്പോഴും ഓർത്തെടുക്കാവുന്ന കോമ്പിനേഷൻ ആണല്ലോ ചെയ്തത്. പക്ഷെ കൂടുതൽ സിനിമകൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ ഇപ്പൊ വരുമ്പോ നമുക്ക് അങ്ങനെ ആലോചിക്കാറില്ല. നമ്മുടെ ഒരു പരിപാടി നോക്കി അങ്ങനെ പോവാന്നുള്ളതല്ല. എന്തായാലും അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് ഇപ്പം ആശകൾ 1000 ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്ത വീട്ടിലിരുന്ന നമ്മൾ പറയുന്നത് അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞങ്ങളും ഗ്ലിംസ് കണ്ടിട്ട് ആശകൾ 1000 എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആശാശരത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ചോദിച്ചത് അല്ലേ, നിങ്ങൾ വീട്ടിലുള്ള റിയലിസ്റ്റിക് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചാണോ? വീട്ടിലിങ്ങനെയാണ് വെള്ളം അടിച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ വരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്നിച്ച് വന്ന 2 സിനിമകളും പ്രേക്ഷകര്
ഇരുകൈയോടെ സ്വീകരിക്കുകയും കുറേ കാലത്തേക്ക് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആശകളായാലും അതുപോലെ ഗംഭീരമായിട്ട് മാറട്ടെ. താങ്ക് യു. രണ്ടുപേരുടെയും ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഗംഭീരമായിട്ട് മാറട്ടെ. എനിക്ക് 26-ൽ കുറേ നല്ല സിനിമകൾ വരാനുണ്ട്. ഞാൻ ഈ- പറയുന്നത് ആശകളായാലും മലയാളത്തിൽ. അതെ. അതല്ലാതെ നല്ല ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ള ഒന്ന് GD എന്ന് പറഞ്ഞിട്ട് ആ, yes, ഞാനും മാധവന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ അതെ. വളരെ GD നായിഡുവിന്റെ GD biopic നായിഡുവിന്റെ അല്ലേ? ബയോപിക്കാണ്. പക്ഷെ അതില് ഈക്വൽ ടു അത് ഒരു ഗംഭീര ക്യാരക്ടറാണ് എൻ്റെ. ആ, ആ, ആ. അതേപോലെ ഇപ്പോൾ നാഗചൈതന്യയുടെ ഞാൻ തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമും അതൊരു ഭയങ്കര ഇത് ക്യാരക്ടറാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പാണ്ഡ്യരാജിന്റെ ഈ കോമ്പിനേഷൻ. ജയറാം ഉർവശി എന്ന് പറഞ്ഞാൽ നമ്മള് ഇനിയൊരു കോമ്പിനേഷൻ മലയാളത്തിൽ ഉണ്ടാവോ തമിഴ് ഉണ്ടാവോ എന്നുള്ളടത്ത് ആൻഡ് കന്നഡ ഇത് ഞാൻ ശിവൻ അത് നല്ല കോമ്പിനേഷൻ. കുറേ നല്ല സിനിമകൾ വരുന്നുണ്ട് 2026. എല്ലാ ഭാഷകളിലും ചേർന്നാണുള്ള സിനിമകൾ. കണ്ണന്റെയും ഒരു എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് ഇപ്പൊ ഉണ്ടാവും. അഹമ്മദ് കബീർ പടം അതെ. ഇതിന് ശേഷം ഞാൻ വരാനിരിക്കുന്നത്. റിയലി ലുക്കിംഗ് ഫോർവേഡ്. 22-ാം തീയതിയാണ് ഷൂട്ടിംഗ് Shooting തുടങ്ങുന്നത് കോട്ടയത്ത്. അടിപൊളിയാവട്ടെ. അപ്പൊ എന്തായാലും ഈ വർഷം ഗംഭീരായിട്ട് അതെ, മാറട്ടെ. 6-ാം തീയതി ഒന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് മനീഷിന്റെ വിളി ഇങ്ങനെ അതെ. പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും. അപ്പോൾ all the best. അടിപൊളിയാണ്. Thank you, നന്നാവട്ടെ. മനീഷ്. Thank you. താങ്ക് യു Thank you. താങ്ക് യു. Salve Maria. Dream beyond borders.